ശ്രുതീസ് ഹെവനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് ബീഫ് കറി ആദ്യം വയ്ക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു വറുത്തരച്ച ബീഫ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു ചെറിയ 2-3 സബോള, ഒരു കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, 2 തക്കാളി, 2 ഉരുളൻകിഴങ്ങ്, മല്ലിയില, വേപ്പില, പച്ചമുളക്, പിന്നെ അതിലേക്ക് വറക്കാൻ ഒരു അരമുറി തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി. പിന്നെ അതിലേക്കുള്ള പൊടികൾ കാണിച്ചു തരാം: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൊടിച്ചതും വലിയ ജീരകം പൊടിച്ചതും, പിന്നെ മീറ്റ് മസാല, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് 1 കിലോ ബീഫ്, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു 100 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞത്, സബോള, തക്കാളി, പച്ചമുളക്, വേപ്പില, ഉരുളക്കിഴങ്ങ് ഞാൻ പെടുന്നില്ല, കാരണം ഇതിനോടൊപ്പം ബീഫ് എന്ത് വരുമ്പോഴേക്കും അത് ഉരുളക്കിഴങ്ങ് കലങ്ങും. ഇതൊരു വിധം വേവായിട്ടാണ് ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുന്നുള്ളൂ. ഞാൻ അതിലേക്കുള്ള പൊടികൾ ഇടാം: ഒരു 1/2 ടീസ്പൂണ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല 2 ടീസ്പൂണ്, പിന്നെ പെരുംജീരകം പൊടിച്ചതും ഗരം മസാലയും 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണും, ഒരു 1.25 ടീസ്പൂണ് മതി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതൊക്കെ കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം തിരുമ്മി നമുക്ക് അടപ്പത്ത് വെച്ച് വേവിക്കാം. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് തിരുമ്മി കുറച്ച് നേരം തിരുമ്മി പാകമാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നമുക്കത് സ്റ്റവ് ഓണാക്കി അടപ്പത്ത് വയ്ക്കാം. മൂടിയിട്ടിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇറച്ചി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ വറുത്ത് ശരിയാക്കാം. തേങ്ങ വറുത്തരച്ചിട്ടുള്ള ബീഫ് കറിയാണ് ഞാൻ വെക്കുന്നത്. അതിലേക്കുള്ള തേങ്ങയും ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, ഇതൊക്കെ കൂടി വറുത്ത് അരച്ചിട്ട് കാണിച്ചു തരാം. തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ബീഫിൽ ചേർക്കാനുള്ള തേങ്ങ പാകമായി വന്നിട്ടുണ്ട്. ഇതേ മൂപ്പിൽ വേണം തേങ്ങ വറുത്തെടുക്കുക. എന്നിട്ട് ഇത് അരച്ചിട്ട് ബീഫ് എന്തായാലും ചേർക്കാനാണ്. ബീഫ് ഇവിടെ വെന്തുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു ഫിസിൽ അടുപ്പിക്കാം. അതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചിട്ട് ഇതിൽ ചേർക്കാം. അപ്പോൾ നമുക്കത് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. നമുക്കിനി ബീഫിലേക്ക് ആവശ്യമുള്ള വറുത്ത തേങ്ങ അരച്ചെടുക്കാം. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട്
അരച്ച് വരാം. അപ്പോൾ അത് ഉരുളൻകിഴങ്ങും ബീഫും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചാറ് കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചെടുക്കണം. അപ്പോൾ അതാ വറുത്തരച്ച ബീഫ് കറി റെഡി. ഇനി അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. ചുവന്നുള്ളി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. 2 വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കത് കറിയിലേക്ക് വയ്ക്കാം. നമുക്ക് അടുത്തത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാക്കാം. അതിലേക്ക് ഒരു സബോള അരിഞ്ഞത്, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഉപ്പ്, മല്ലിയില, ക്യാരറ്റ്, വെളിച്ചെണ്ണ, നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ്, വേപ്പിൻ്റെ ഇല, ഉള്ളി, മുന്തിരി വറുത്ത് വെച്ചതാണിത്. നമുക്ക് ലാസ്റ്റ് വിതറി കൊടുക്കാം. ഗ്യാസ് കത്തിച്ചൊരു പാത്രം വെച്ച് കൊടുക്കാം. അത് ചൂടായി അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പട്ട ഇട്ട് കൊടുക്കുക, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, ഏലക്കായ ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്ക് അരി കഴുകി വാരച്ചുണ്ട് അതൊന്ന് ഇതിലിട്ടിട്ട് ലേശം വെള്ളം വറ്റിച്ചിട്ടെടുക്കണം. ഉള്ളിയും ക്യാരറ്റൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ 250 കപ്പിന് 3 കപ്പ് അരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയൊന്ന് ചെറുതൊന്ന് ചൂടാവുക വേണ്ടുള്ളൂ. ഈ കപ്പിന് ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. ഞാൻ വറ്റിച്ചെടുക്കുകയാണ്, ഊറ്റിയെടുക്കില്ല. അപ്പം അങ്ങനെ ഞാൻ 3 കപ്പിന് 6 കപ്പ് വെള്ളം ഒഴിക്കുന്നു. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അതിലേക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മല്ലിയില വിതറി കൊടുക്കുക.
പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സബോളയും വേപ്പിൻ്റെലൊക്കെ വറുത്ത് കോരിയത് മേലെ വിതറി കൊടുക്കുക. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയി. നമ്മുടെ വറുത്തരച്ച ബീഫ് കറിയും നെയ്ച്ചോറും ഇവിടെ റെഡിയായി. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.